രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആ ചിത്രകൂടം മയൂരനാദാഭിരത, മയൂരങ്ങളുടെ ശബ്ദം കൊണ്ട് അവിടെയെല്ലാം വിഹരിച്ചു നടക്കുന്ന മയിലുകളുടെ കേകാരാവം കൊണ്ട് അങ്ങേയറ്റം മനോഹരമാണ്. ഗജരാജ നിഷേവിത, ഗജരാജാക്കന്മാർ, ആനകളുടെ രാജാക്കന്മാർ സേവിക്കുന്ന പ്രദേശമാണത്. ധാരാളം ആനകൾ കൂട്ടം കൂട്ടമായിട്ട് അനേകം കൂട്ടം അവിടെ വിഹരിക്കുന്നുണ്ട്. അവരെല്ലാ പേരും വിഹരിച്ചു നടക്കുന്ന പ്രദേശമാണത്. അതുകൊണ്ട് ഗമ്യതാം ഭവതാ ശൈല ചിത്രകൂടസ്സ വിശ്രുത, ആ ശൈലത്തിലേക്ക്, ആ പർവ്വതത്തിലേക്ക് അങ്ങ് പോയാലും ചിത്രകൂടം എന്ന് അത് വളരെയേറെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതായ പ്രദേശമാണ്. ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു സീതയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം ഭരദ്വാജ ഋഷിയെ വന്ദിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയിട്ട് ഭരദ്വാജ ആശ്രമത്തിൽ നിന്നിട്ട് പുറപ്പെടുകയാണ്. നമ്മൾ അയോധ്യാകാന്ഡത്തിലെ 55ാമത് സർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അവർ അവിടെ നിന്ന് ഗംഗാതീരത്തുള്ള കാടുകളിൽ കൂടി അവർ ഗംഗയും യമുനയും കൂട്ടിമുട്ടുന്ന ആ പ്രദേശം വരെ, ഈ രണ്ട് നദികളും കൂടിച്ചേരുന്ന ഇടം വരെ അല്പദൂരമേ ഉള്ളൂ ഭരദ്വാജാശ്രമത്തിൽ നിന്നിട്ട്. നടന്നുപോയി. അതിനുശേഷം അവർ അവിടെ നിന്നിട്ട് ഇനി അവർക്ക് ദക്ഷിണ ദിക്കിലേക്ക് വരണം, യമുന കടക്കണം. അവർ യമുനാ നദിയുടെ തീരത്ത് ചെന്ന് നിന്നു. എങ്ങനെയാ യമുന കടക്കുക? ശ്രീരാമചന്ദ്രൻ ചങ്ങാടം ഉണ്ടാക്കാനായിട്ട് ലക്ഷ്മണനോട് നിർദ്ദേശിച്ചു. അങ്ങനെ ചങ്ങാടം ഉണ്ടാക്കിയിട്ടാണ് അവർ ആ യമുനയെ കടക്കുക. അഥാസാധ്യതു കാളിന്തിയും ശീഘ്ര സ്രോതസ്വിനിയും നദിയും. അനന്തരം അവര് ആ കാളിന്തിയുടെ തീരത്ത്, യമുനയുടെ തീരത്ത് എത്തിച്ചേർന്നു. നല്ല വേഗതയില് ആ യമുന പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ ഇത് കടക്കുക എന്നവർ ചിന്തിച്ചിട്ട് ചങ്ങാടം ഉണ്ടാക്കുക എന്ന് തീരുമാനിച്ചു. ആ കാട്ടിൽ നിന്നിട്ട് അതിന് പറ്റിയതായ മരങ്ങൾ, തടികൾ വളരെ വേഗത്തിൽ സംഭരിച്ചു കൊണ്ടുവന്ന് അതിനെ ശരിയായ രീതിയിൽ കൂട്ടിക്കെട്ടിയിട്ട് കാട്ടിലുള്ള വള്ളികൾ കൊണ്ട് തന്നെ ബലമായി കെട്ടിയിട്ട് ആ ചങ്ങാടത്തെ വെള്ളത്തിലിറക്കി. സീതാദേവിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ചങ്ങാടത്തിലെ ഒരു പീഠവും ഇതേപോലെ അവർ നിർമ്മിച്ചിരുന്നു. ലക്ഷ്മണകുമാരനാണ് ഈ നിർമ്മിതി കർമ്മമെല്ലാം രാമന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ചെയ്യുന്നത്. ആ ചങ്ങാടത്തെ യമുനാ നദിയിലിറക്കി, കാളിന്തിയിലിറക്കി ആ ചങ്ങാടത്തിൽ മൂവരും കയറി. എന്നിട്ട് ആ വളരെ വേഗത്തിൽ ഒഴുകുന്ന ആ യമുനയെ ആ ചങ്ങാടത്തില് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അവർ കടന്നു. യമുനയുടെ നടുവിലെത്തുമ്പോഴേക്കും കാളിന്തി മധ്യമായാത സീതാതു ഏനാം അവന്തത്, കാളിന്തിയുടെ നടുവിലെത്തിയപ്പോഴേക്കും സീതാദേവി ഭക്തിയോടുകൂടിയിട്ട് കാളിന്തി നദിയെ വന്ദിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, സ്വസ്തി ദേവി തരാമിത്വം പരയന്മേ പതിവ്രതം. അല്ലയോ ദേവി, മംഗളം ഭവിക്കട്ടെ, ഞങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ദേവിയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകട്ടെ. ഈ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാ ഈ നദിയെ ഞങ്ങൾക്ക് കടക്കണം. അതിനല്ലയോ ദേവി അനുഗ്രഹിച്ചാലും. അങ്ങനെ കടന്ന് കാനനത്തിലെത്തിയിട്ട് അച്ഛന്റെ സത്യം പരിപാലിക്കുക എന്നുള്ള വ്രതത്തോടു കൂടിയിട്ടാണ് രാമൻ വന്നിരിക്കുന്നത്. ആ വ്രതത്തെ രാമനും ഞങ്ങൾക്കും പരിപാലിക്കാനായിട്ട് സാധിക്കട്ടെ. അല്ലയോ
ഭഗവതി, അല്ലയോ അമ്മേ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇങ്ങനെ ആ കാളിന്തി നദിയോട് സീതാദേവി അവരുടെ യാത്രയുടെ ഉദ്ദേശവും ആ യാത്ര സഫലമാക്കി തീർക്കാൻ ആ കാളിന്തി നദിയുടെ അനുഗ്രഹം വേണം, ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയുമെല്ലാം സമർപ്പിച്ചു. അങ്ങനെ ആ ചങ്ങാടത്തില് അവർ മൂവരുമായിട്ട് കാളിന്തി കടന്നു. തേതീർണാഹ പ്ലവമുത്സൃജ്യ പ്രസ്ഥായ മുനാവനാത്. അവര് യമുനയുടെ ദക്ഷിണ തീരത്തെത്തി. അവിടെ എത്തിയിട്ട് അവർ അവിടെ നിന്നിട്ട് ആ ചങ്ങാടത്തിൽ നിന്നിട്ട് തീരത്തിറങ്ങി ആ ചങ്ങാടം ഉപേക്ഷിച്ചു. തുടർന്ന് അവർ യമുനാ തീരത്തുള്ളതായ ആ കാടുകളിലേക്ക് പ്രവേശിച്ചു. അവരുടെ ലക്ഷ്യം ചിത്രകൂടമാണ്. ആ ചിത്രകൂടത്തില് എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ട് കാടുകളിലൂടെ അവർ വളരെ വേഗത്തില് സഞ്ചരിച്ചു. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, നീ മുന്നാൽ നടക്കുക, നിന്റെ പിന്നാലെ സീതയെ വരും, സീതയുടെ പിന്നാലെ ഞാനും ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് വളരെ വേഗത്തില് ചിത്രകൂടത്തിലേക്ക് എത്തിച്ചേരാം യാത്ര ചെയ്തിട്ട്. അങ്ങനെയുള്ള ഈ യാത്രക്കിടയ്ക്ക് യദ്യത് ഫലം പ്രാർത്ഥയതി പുഷ്പം വാ ജനകാത്മജ തത്തത് പ്രയച്ഛ വൈദേഹ്യ എത്ര അസ്യാരമതേ മന. അല്ലേ ലക്ഷ്മണകുമാര, സീതയ്ക്ക് ഈ കാട്ടിൽ കാണുന്ന പല പുഷ്പങ്ങളിലും സന്തോഷം തോന്നും, പല ഫലങ്ങളിലും സന്തോഷം തോന്നും. അപ്പോൾ അതിൽ പലതും തനിക്ക് വേണമെന്ന് സീതാദേവി പറയും. അങ്ങനെ ഏതേതൊക്കെ പഴങ്ങൾ വേണമെന്ന് സീതാദേവി പറയുന്നുവോ, ഏതേതൊക്കെ പുഷ്പങ്ങൾ വേണമെന്ന് സീതാദേവി പറയുന്നുവോ, അതെല്ലാം കാട്ടിൽ നിന്നിട്ട് എടുത്തു കൊണ്ടുവന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് വൃക്ഷങ്ങളിൽ നിന്ന് വള്ളികളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് ജനകനന്ദിനിയായിരിക്കുന്ന സീതയ്ക്ക് നൽകണം എന്നിങ്ങനെ രാമൻ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു. അങ്ങനെ ആ കാട്ടിലൂടെയുള്ള യാത്ര രമണീയാൻ ബഹുവിധാൻ പാദവാൻ കുസുമോത്കരാൻ, ബഹുവിധത്തിലുള്ളതായ വൃക്ഷങ്ങൾ, പലതരത്തിലുള്ളതായ വൃക്ഷങ്ങൾ, പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളോടുകൂടിയ വൃക്ഷങ്ങൾ, എല്ലാം നിറയെ പുഷ്പങ്ങളെ കൊണ്ട് ശോഭിക്കുന്നു. അങ്ങനെയുള്ളതായ ആ വൃക്ഷങ്ങളുടെ നടുവിലൂടി, ആ വൃക്ഷങ്ങൾ നിറഞ്ഞതായ കാട്ടിലൂടി അവർ മൂവരും യാത്ര ചെയ്തിട്ട് അവർ രാത്രിയാകുമ്പോഴേക്കും അവിടെ ആ കാട്ടിൻ്റെ ഉള്ളില് എത്തിച്ചേർന്ന ആ സ്ഥലത്ത് സൗകര്യപ്രദമായൊരു വൃക്ഷത്തിന്റെ ചുവട്ടില് അന്ന് രാത്രി അവർ വിശ്രമിക്കുന്നു. അടുത്ത ദിവസം പുലരിയില് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അധരാത്രിയാം യതീതായാം. അത് കഴിഞ്ഞിട്ട് നേരം പുലരാൻ തുടങ്ങി, രാത്രി കഴിഞ്ഞിരിക്കുന്നു. ആ അവസരത്തില് അവർ ഉടനെ തന്നെ എണീറ്റിട്ട് അവിടെ നിന്നിട്ട് വീണ്ടും യാത്ര ചിത്രകൂടത്തെ ലക്ഷ്യമാക്കിയുള്ള അവരുടെ യാത്ര ആരംഭിക്കുന്നു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സൗമിത്രേശ്വരം അന്യാനാം വൽഗു വ്യാഹരതാം സ്വനം സമ്പ്രതിഷ്ഠാമഹേകാല പ്രസ്ഥാനസ്യ പരന്തപ. അല്ലയോ ലക്ഷ്മണകുമാര, ഇതാ ഈ കാട്ടിലുള്ള പല പ്രകാരത്തിലുള്ളതായ പക്ഷികളെല്ലാം മധുരമധുരമായിട്ട് സംസാരിക്കുന്നു, ശബ്ദമുണ്ടാക്കുന്നു. നേരം പുലരുന്നു എന്ന് വ്യക്തം. നമുക്ക് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കുടനെ തന്നെ പുറപ്പെടാം എന്ന് രാമൻ ലക്ഷ്മണനോടും സീതയോടും പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്നിട്ട് ചിത്രകൂടം ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ആരംഭിച്ചു. വളരെയേറെ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ദൃഷ്ടിപഥത്തില് തലയുയർത്തി നിൽക്കുന്നതായ ചിത്രകൂട പർവ്വതം അവർക്ക് നേരില് കാണപ്പെട്ടു. ആ ചിത്രകൂട പർവ്വതം കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോടും സീതയോടും പറഞ്ഞു, വളരെ മനോഹരമായ പ്രദേശമാണിത്. പുണ്യേ രംസ്യാമഹേ താത ചിത്രകൂടസ്യ കാനനെ. ഈ കാണാതായ ചിത്രകൂടത്തിന്റെ സാനുക്കളിലുള്ളതായ കാടുകൾ വളരെയേറെ മനോഹരം, വളരെയേറെ പുണ്യമയം. നമുക്ക് സുഖമായിട്ട്
സന്തോഷത്തോടു കൂടിയിട്ട് ഈ കാട്ടിൽ പാർക്കാം എന്ന് ലക്ഷ്മണകുമാരനോടും സീതയോടും രാമൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് തതസ്തൗ പാദചാരേണ ഗച്ഛന്തൗ സഹസീതയ രമ്യമാസേത ദുശ്ശൈലം ചിത്രകൂടം മനോരമം. അങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാർ സീതാ ഭഗവതിയോടൊപ്പം ആ കാട്ടിലൂടി ബഹുദൂരം സഞ്ചരിച്ചപ്പോഴേക്കും അവര് മനസ്സിന് ആഹ്ലാദം ഉളവാക്കുന്നതായ ചിത്രകൂടത്തില് എത്തിച്ചേർന്നു. ആ ചിത്രകൂടം സമൃദ്ധമാണ്, ഫല പുഷ്പ സമൃദ്ധമാണ് എന്ന് മാത്രമല്ല ആരുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതാണ്. രാമൻ ലക്ഷ്മണനോടും സീതയോടും പറയാണ്, ബഹുമൂല ഫലം രമ്യം സമ്പന്ന സരസോദകം. ധാരാളം ഭക്ഷ്യയോഗ്യമായിരിക്കുന്ന പഴങ്ങളും കിഴങ്ങുകളും ലഭിക്കുന്ന പ്രദേശമാണിത് എന്ന് മാത്രമല്ല ജലത്തിന് യാതൊരു ദുർഭിക്ഷതയും ഇവിടെയില്ല. ധാരാളം അരുവികൾ, ധാരാളം സരസ്സുകൾ ഈ പ്രദേശങ്ങളിൽ എല്ലായിടവും ഉണ്ട്. എല്ലാം ജലം നിറഞ്ഞത്. അനുജ്ഞോയം ഗിരിസൗമ്യ നാനാ ദ്രുമലതായുത. പല പ്രകാരത്തിലുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞ് പല പ്രകാരത്തിലുള്ള വള്ളികളെ കൊണ്ടും നിറഞ്ഞതായിട്ടുള്ള ഈ പർവ്വതം അങ്ങേയറ്റം മനോജ്ഞമായിരിക്കുന്നു, മനസ്സിന് ആനന്ദത്തെ നൽകുന്നതായിരിക്കുന്നു, സുന്ദരമായിരിക്കുന്നു.